ബിന്ദു പത്മനാഭൻ, ജയനമ്മ തിരോധാന കേസുകളിൽ പ്രതി സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് സംഘം ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. ദുരൂഹത നിലനിൽക്കുന്ന ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിലേക്കാണ് സെബാസ്റ്റ്യനുമായി എത്തുക. വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളുടെ ബാക്കി എവിടെ? ഈ ചോദ്യമാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. വീടിനുള്ളിൽ പുതുതായി ഗ്രാനൈറ്റ് പാകിയതിലും ദുരൂഹതയുണ്ട്. ഈ ഭാഗം പൊളിച്ച് പരിശോധന നടത്താനുള്ള RDO അനുമതിക്കായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അശ്വിൻ, അപ്പോൾ ഈ തെളിവെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടാവുക? നിലവിൽ 2 തിരോധാന കേസുകൾ, ഒന്ന് കോട്ടയം സ്വദേശി ജയനമ്മ, മറ്റൊന്ന് ആലപ്പുഴ ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ. ഈ 2 കേസുകളിലും പ്രതിസ്ഥാനത്തുള്ള ആളാണ് സെബാസ്റ്റ്യൻ. ഇയാളുടെ ഈ കേസുകളുടെ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇയാളുടെ ചേർത്തല പള്ളിപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ 2.5 ഏക്കർ വരുന്ന പുരയിടത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മനുഷ്യ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ഇതാണ് പിന്നീട് വിപുലമായ അന്വേഷണത്തിലേക്ക് പോയത്. നിലവിൽ ഈ അസ്ഥികൂടത്തിന്റെ പഴക്കവും ജയനമ്മ തിരോധാന കേസിന്റെ സാഹചര്യവും സമയവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ജയനമ്മയുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണോ എന്നുള്ള ഒരു സംശയമാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിനുള്ളത്. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് ഇത് അന്വേഷിക്കുന്നത്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിൽ കാര്യമായി ഒന്നും ഇയാൾ വിട്ടുപറയാത്തതാണ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് വെല്ലുവിളി. അതുകൊണ്ട് തന്നെ ഇന്ന് സ്ഥലത്തെത്തിച്ചുള്ള ഒരു തെളിവെടുപ്പിനാണ് നിലവിൽ സാധ്യത. കോട്ടയം ക്രൈംബ്രാഞ്ചിന് 8 ദിവസത്തെ കസ്റ്റഡിയിലാണ് കോടതി നിലവിൽ പ്രതിയെ വിട്ടിരിക്കുന്നത്. ഈ 8 ദിവസത്തിനുള്ളിൽ കൃത്യമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും നടത്തി ഈ കേസിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് കൊണ്ടുവരാനാണ് ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നത്. ഇതിനിടെ ഈ 8 ദിവസത്തിനുള്ളിൽ തന്നെ ബിന്ദു തിരോധാന കേസിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിനും ഇയാളെ തെളിവെടുപ്പിനായി ഈ വീട്ടിൽ തന്നെ എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് എത്തിക്കും. ഒപ്പം വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ പുതിയതായി പാകിയ ഗ്രാനൈറ്റ് പാളി, അതിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹാവശിഷ്ടമുണ്ടോ എന്നുള്ള സംശയം നാട്ടുകാരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അത് പൊളിച്ച് പരിശോധിക്കാനുള്ള അനുമതിക്കായി RDO സമീപിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ച്. ഇന്ന് അനുമതി ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതിയെ കസ്റ്റഡിയിൽ കിട്ടാതെ അനുമതി നൽകാനാവില്ല എന്നുള്ളതായിരുന്നു RDOയുടെ നിലപാട്. എന്തായാലും പ്രതി കസ്റ്റഡിയിലുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് ആ ഗ്രാനൈറ്റ് പൊളിച്ച് പരിശോധന നടത്താനും സാധ്യതയുണ്ട്. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.